എന്താ രാജി, എന്താ പ്രശ്നം? ചേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. ആ സാറാണ് ഫിഷ് ഫ്രൈ കൊള്ളാന്നും പറഞ്ഞ് ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശ് വെച്ചെന്നത്. ഞാൻ വേണ്ടാന്ന് കുറെ പറഞ്ഞതാ. അമ്മ നിർബന്ധിച്ച് കൈ പിടിച്ച് കളിച്ച് ഇങ്ങനെ വെച്ചതായിരുന്നു. അത് കണ്ടിട്ട് അമ്മ കയറി എൻ്റെ മുഖത്തടിച്ചു, എന്തൊക്കെയോ പറഞ്ഞു പഴച്ച വളർന്ന്. അങ്ങനെ വന്നായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഈ പണിക്ക് വരേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? അങ്ങനെയല്ല ചെയ്ത് ജീവിച്ചാ പോരെ. പണത്തിനെ കുറവുള്ള ചേച്ചി, മാനം വിട്ടിട്ടൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല ഇതുവരെ. ഓഫീസിൽ പോയാൽ ഓഫീസിലെ പ്രശ്നം, വീട്ടിൽ വന്നാൽ വീട്ടിലെ പ്രശ്നം. നീ ഇങ്ങനെ വന്നേ, ഇന്ന് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണം. അങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വാ ഗിരിയേട്ടാ, ഗിരിയേട്ടാ. എന്തിനടി വിളിച്ചു കൂവണത്? മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂലേ? ഉറങ്ങിയതൊക്കെ മതി. ഇന്നിവിടെ ആരൊക്കെയാ വന്ന ഗിരിയേട്ടാ? ഇവിടെ മഹേഷും സുഭാഷും. ദൈവത്തെ ഓർത്ത് വീട്ടിലെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അല്പം മാന്യതയും മര്യാദയുള്ള ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരണം. ഇതല്പം ബോറായി പോയി ഗിരിയേട്ടാ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ലേ? നീ എന്തിനാ അവനോട് ചാടിക്കിടന്നത്? ഇവളല്ലേ അടുക്കള വെച്ച് കോട്ട ചെറുക്കന്മാരെ കയ്യും കാര്യം കടിച്ച് കാശ് വാങ്ങിച്ചത്. ഇനി ഇതിനെ ചൊല്ലി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോവുക ചേച്ചി. നീ നിക്ക് രാജി. നീ വന്നിട്ട് ഇവിടെ 5-6 മാസേ ആയുള്ളെങ്കിൽ എനിക്കറിയാം നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന്. ഗിരിയേട്ടാ, എന്താ ഇത്? എടി, അതാ സുഭാഷ് വെറുതെ കളിക്കെന്തോ ചെയ്തതാ. നീ അതങ്ങനെ കാര്യമൊന്നും ആക്കണ്ട. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ വഴക്ക് പറഞ്ഞ് വിട്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വെറും ഒരു തമാശ. അവന് ടിപ്പ് കൊടുക്കണമായിരുന്നെങ്കിൽ അവന്റെ വീട്ടിലൊരു ഭാര്യ ഇരിപ്പുണ്ടല്ലോ, അവക്ക് കൊടുക്കണമായിരുന്നു. അല്ലാതെ ഈ പ്രതികരണ ശേഷി ഇല്ലാതെ ഈ പാവം പെണ്ണിനോടല്ല ഓരോന്ന് കാണിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മേലാലി വീട്ടിൽ വിളിച്ച് വരുത്തരുത് ഗിരിയേട്ടെ. രാജി, സോറി. സുഭാഷ് ചെയ്തതിന് ഞാൻ മാപ്പ് വയ്ക്കുന്നു.